Good evening, everyone. Good evening. Before we start the formal event, let me tell you a big thanks to all of you for making it tonight. ഇന്ന് വൈകുന്നേരം നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്, അതും ഇവരെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതിന് ആദ്യമേ വലിയൊരു നന്ദി പറയട്ടെ. പക്ഷെ ചുറ്റുമുള്ള ഈ ഡെക്കോറം മുഴുവൻ കണ്ടിട്ട് ബിനോയ്, നമുക്ക് അതിന്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങണ്ടേ? തീർച്ചയായിട്ടും മിഥുൻ ചേട്ടാ, പൊതുവെ നമുക്ക് we love to listen to stories, അല്ലേ? പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഥ ഉണ്ടാക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കറക്റ്റ്. കഥ ഉണ്ടാക്കാൻ ഇഷ്ടമാണെന്ന് മാത്രമല്ല, അതിൽ നമ്മൾ അടിപൊളിയാണ്. അപ്പൊ നമുക്കൊരു കഥ ഉണ്ടാക്കിയാലോ? തീർച്ചയായും. ഞാന് മെയ് 5 കഥയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്നത്തെ ഈ ഒരു കഥയിലോട്ട് വരാം. ഓക്കെ, അങ്ങനെ പഠിക്കാം. എനിക്ക് തോന്നുന്നു this is a story of a princess. Absolutely. The princessന്റെ പേരാണ് നീനു. ആ നീനു എന്ന് പറയുന്ന പ്രിൻസസിന് ഒരു ദിവസം കല്യാണമേ വേണ്ട എന്ന് വെച്ചിരുന്ന ആ പ്രിൻസസിന് പെട്ടെന്ന് ഒരു ദിവസം ഒരു വെളിപാടുണ്ടായി, ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൽ ഒരു പ്രിൻസ് നല്ല രസമായിട്ട് വന്ന്, രാജകീയമായിട്ട് വന്ന്, ഒരു വെള്ള ആനയുടെ മുകളിൽ, ഒരു വൈറ്റ് എലിഫന്റിന്റെ മുകളിൽ വന്ന് ചോദിക്കുകയാണ്, എന്നെ കല്യാണം കഴിച്ചൂടെ എന്ന്. പക്ഷെ അതൊരു ഒന്നൊന്നര സ്വപ്നമായി പോയല്ലേ? സാധാരണ കുതിര വരെയൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടി പിടിക്കിട്ടുള്ളൂ, അതേ ഉള്ളൂ. അപ്പോ ഈ വൈറ്റ് എലിഫന്റിന്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ നോക്കിയിട്ട് അച്ഛന് ആദ്യം ഭയങ്കര സന്തോഷമായി, കാരണം കല്യാണം കഴിക്കാന്നെങ്കിലും സമ്മതിച്ചല്ലോ. പക്ഷേ ഇവിടെ മുഴുവൻ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് ഈ വെള്ള ആനയുള്ള ഒരു പ്രിൻസിനെയും കാണാനില്ല. വെള്ള കുതിരയെ കൊണ്ടുവന്നു, വെള്ള എന്തിന് വേറെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ എന്നിട്ട് ഒരു കാര്യമില്ല. അവസാനം ഈ വേറൊരു രാജ്യം എന്ന് പറഞ്ഞാൽ 7 കടലും 7 കാതവും 7 മലയും താണ്ടി മറ്റൊരു രാജ്യത്ത് സച്ചിൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഈ പ്രിൻസസിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തു. അല്ല, അത് എന്ത് ഭംഗിയുള്ള കഥയാണെന്ന് നോക്കിക്കേ. ആ ഒരു സ്വപ്നത്തിന് വേണ്ടി 7 കടലുകൾക്കപ്പുറം നിന്ന് ഒരു രാജകുമാരൻ അറിയുകയാണ്, എനിക്ക് വേണ്ടി അതിസുന്ദരിയായ ഒരു രാജകുമാരി എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ രാജകുമാരിക്ക് വേണ്ടിയിട്ട് ഈ വെള്ള ആനയുടെ കാര്യം നോക്കിയിട്ട് സച്ചിൻ ഇച്ചിരി പ്രശ്നമായി. പക്ഷെ സച്ചിൻ ബുദ്ധിയുള്ള ആളാണല്ലോ. എന്റെ ആനയുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞു. എന്നിട്ട് പതുക്കെ പ്രിൻസസിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്റെ ആനയൊക്കെ ആയിട്ട് ഞാൻ വരാം, പക്ഷെ നമ്മളൊന്നും അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയതിനു ശേഷം സച്ചിൻ പറഞ്ഞു, വേറെ ഒന്നുമില്ല, വന്നു കഴിഞ്ഞാൽ അവിടെ കല്യാണം നടത്തിയേക്കണം എന്ന് പറഞ്ഞു. അല്ല, സ്വാഭാവികം, ഇത്രയും ദൂരെ നിന്ന് വരുന്നതാണ്, 7 കടലുകൾ താണ്ടി വരുന്നതാണ്, അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാം. ആണ്. അങ്ങനെ അവിടെ വന്ന് പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് പെട്ടെന്ന് പെണ്ണിന്റെ അച്ഛൻ ചോദിച്ചത്, ആന എവിടെ, വെള്ള ആന എവിടെ? അപ്പോ സച്ചിൻ വെള്ള ആനയെ കാണിച്ചു കൊടുത്തു. ആ വെള്ള ആനയുടെ ഫോട്ടോ എനിക്ക് ഇവിടെ നിന്നുണ്ട്. വേറൊന്നുമില്ല, സച്ചിന്റെ ഡ്രസ്സിൽ ഒരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ലൊരു ഡയമണ്ടിൽ ഉണ്ടാക്കിയ ഒരു വെള്ള ആന ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ നീനുവിന്റെ അച്ഛനത് കോമഡി ആയിട്ട് മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം ഇതുവരെ നടന്നു, അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലാവേണ്ടതായിരുന്നു. പക്ഷെ സത്യാവസ്ഥ അതല്ല. എന്റെ മോളെ ഇനി മുന്നിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരുത്തൻ തന്നെ വേണം എന്ന് ആ അച്ഛൻ മനസ്സിലാക്കി. നീനുവിന്റെ അച്ഛന്റെ കാര്യങ്ങൾ നേരത്തെ അറിയാലോ, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ഇവിടെ ചുറ്റും നോക്കണം. ഈ ചുറ്റും നോക്കുമ്പോ നിങ്ങൾ ഈ ജോമെട്രി ബോക്സസ് കണ്ടോ? ഫുൾ ജോമെട്രിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ബോക്സസ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, എസൻ ആൻഡ് ദ സെവൻത് ക്യൂബ്. വെരി ട്രൂ. കാരണം ഒരു ക്യൂബിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഗ്രേറ്റ് ഇൻവെൻഷൻ ബട്ട് വിത്ത് 6 സൈഡ്. പക്ഷെ അതിനും ഒരു കഥയുണ്ട്, നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു കഥ. When a cube, the geometry rotates in a specific speed, there generates a 7th side. നമ്മളിൽ പലർക്കും കാണാൻ പറ്റാത്ത, ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരു 7ാമത്തെ സൈഡ്, ഒരു 7ാം മുഖം. അതെ. അപ്പൊ അങ്ങനെ ആ 7ാമത്തെ ഡയമെൻഷനിൽ ഇവർ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഒന്നിക്കുക എന്നുള്ളതാണ്. ആ 7ാം ഡയമെൻഷനിൽ ഇവർ ഒന്നിക്കുന്നതിന്റെ ആഘോഷമാണ് നിങ്ങൾ ഇന്ന് ചുറ്റും കാണാൻ പോകുന്നത്. ആ 7ാം ഡയമെൻഷനിലേക്ക് നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്റെ പേര് മിഥുൻ, അപ്പോ ഇന്ന് ആഘോഷങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. ആ ആഘോഷങ്ങളിലേക്ക് കടക്കാനായിട്ട് ആദ്യം ആ 7ാം ഡയമെൻഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആ മ്യൂസിക്കിലേക്ക്, ആ ലൈറ്റ് ഷോയിലേക്ക് പോവാം. So ladies and gentlemen, here we have Essen and the 7th side. The film you're about to see has no characters. If you spare a little of your imagination, it is a film to describe to you the effect of
cymatic frequencies on matter. Everything owes its existence solely and completely to sound. And that's how we do a proper welcome to the seventh dimension. Essen and the seventh side. And before we go into everything, let me ask you, how many people here don't understand Malayalam? How many people here don't understand Malayalam? Don't worry. Just to rest all, I think you all love Malayalam. They're all there, right? And if you don't know Malayalam, please learn the language. It's an amazing language, okay? But let me tell you, any other issues, we will actually translate it into that. So if you don't understand, just put your hand up and we'll translate that for you, okay? Moving on. For the first starters, let me welcome the father of the groom and the mother of the groom. Ladies and gentlemen, if you're here in this room, that's because they feel that you are really important for today evening. So the invite has come to you from... Please put your hands together and welcome Elsie Saji and Saji Charian. Please. Shower your blessings on the lucky dad and mom. As you told, this day we are all here to celebrate because of them. കാരണം ആ രാജകുമാരിയും കുടുംബവും 7 കടലും കടന്നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ക്ഷീണിച്ചു കാണും. അതെ, അപ്പോ when we are telling a story, എനിക്ക് തോന്നുന്നു ഓരോ കഥയിലും ആ കഥയിലെ നായകനും നായികയ്ക്കും എത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ പേരൻസ്. 100%. So ladies and gentlemen, it is time that we invite നമ്മുടെ കഥയിലെ നായികയുടെ, നമ്മുടെ പ്രിൻസസിന്റെ മോം ആൻഡ് ഡാഡ് ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We have a very own Mr. Stanley C. John and Nancy Stanley.
Shower your blessings on them. Shower your blessings with a round of applause, everyone. See the love, രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് ഒരുപാട് സ്നേഹത്തോടുകൂടി കടന്നു വരുന്നേ. പണ്ട് രാജാക്കന്മാരുടെ കാലം തൊട്ട് ഇങ്ങ് വരെയും ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഈ കല്യാണം എന്ന് പറയുന്നത് നടക്കുന്നത് രണ്ടുപേർ തമ്മിലാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ ബാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ നിന്നാണ് ബാക്കിയുള്ളവരെ കണ്ടെത്താറ്. അങ്ങനെയുള്ള രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. Let me welcome the siblings, Elvin and Nevin. Elvin Sajicharian and Nevin Stanley, please walk forward. Guys, show some energy, right? It's a Family family dance. Shall I blessing them as well, the prospective grooms for the future. Yes, so സിബ്ലിങ്സിനെ കുറിച്ച് പറഞ്ഞു. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആക്ച്വലി നമ്മുടെ രാജകുമാരന്റെയും രാജകുമാരിയുടെയും തൊട്ടപ്പുറത്ത് അവർ രണ്ടുപേരും നിൽക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ കട്ടയ്ക്ക് രണ്ട് ബോഡി ഗാർഡ്സ് നിൽക്കണ പോലെയാണ് നിന്നിരുന്നത്. And because this is their day, just look at that spot, how beautiful it is. Everybody, look at them. Hands above your head to do a clap while they come in, and that is a show as a blessing for them. Let me welcome the lucky bride and the lucky groom of tonight. Ladies and gentlemen, shower your blessings on. Here we have Sachin and Neenu, or rather, we call it as Sunny, the seventh side of the cube, the true essence of love. Ladies and gentlemen, can we see all the hands up in the air as we can climb on and show the hand? Beautiful. Neenu Stanley and Sachin Sajicharian, everyone. Tonight, in their name, I think this is we call ഒരു സ്വർഗതുല്യമായ എൻട്രി, റൈറ്റ്? സ്വർഗതുല്യമായിട്ടുള്ള എൻട്രി, സ്വർഗതുല്യമായിട്ടുള്ള സെറ്റിംഗ്സ്. ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് ഒരു 7th ഡയമെൻഷനിലാണെന്നുള്ള ഫീൽ തന്നെ ചെയ്തിട്ടുണ്ട്. Absolutely gorgeous entry. And of course, this is the start of the long journey that you're about to take. And for that, നമുക്ക് അവരെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, അല്ലേ? തീർച്ചയായിട്ടും. because when we look at these two, amazingly beautiful. ഇപ്പൊ ഈ ഒരു സെറ്റപ്പിന്റെ കാര്യം പറഞ്ഞു, the 7th dimension, ആ 7th dimensionൽ നമ്മളോടൊപ്പം ഇവർ രണ്ടുപേരും എത്തി. because this day officially they're starting a new life together as Mr. and Mrs. right? Ready? ready? yes. ആള് റെഡിയാ. കാരണം നേരത്തെ ആ ഒരു സ്മോൾ ഡാൻസ് കണ്ടു. ഇനി റെഡി അല്ലെങ്കിൽ രക്ഷയില്ല. ഇനി ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് കേട്ടോ. അല്ലേ സഹിച്ചേട്ടാ? അല്ലേ? സത്യമല്ലേ അത്? ഓക്കെ. അപ്പോ ഇനി let me welcome the parents and the siblings onto the stage. Sajicharian and Sisaji, and of course Elvin. And on the other side, I would like to invite Mr. Stanley C. John, Nancy Stanley, and Nevin. The entire family, swagatam cheyukayana. So please do come and join with the newlyweds, with our family, and let's make this frame complete and really beautiful. So, Mithun Chata, now it's more special because the stage is complete. ആണ്. പക്ഷേ I think before we start everything, we have to do something. അതിനു മുമ്പ് എല്ലാവരോടും മ്യൂസിക് ഓഫ് പ്ലീസ്. ലെറ്റ്സ് ടേൺ ഓഫ് ദ മ്യൂസിക്. മ്യൂസിക് എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞ് തുടങ്ങാം. നമ്മളിന്ന് ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഇന്ന് ഇവിടെ ഇരുന്ന് സമാധാനമായി സന്തോഷമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് പേര് അതിർത്തിയിൽ നിന്നും നമ്മളെ കൃത്യമായി കാക്കുന്നത് കൊണ്ടാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ തുടക്കത്തിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ന് അവരവിടെ നിന്ന് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ആഘോഷങ്ങൾ നടക്കില്ല. നമുക്കിന്നിവിടെ സന്തോഷമായിട്ട് ചിരിക്കാൻ സാധിക്കില്ല.
പക്ഷേ all of you are here to celebrate because of them, because of the people who are guarding our barriers out there in the forefront. So a tribute to them. May I request all of you to stand up. May I request all of you to stand up. So ladies and gentlemen, everybody on your feet, please. കാരണം this is going to be a few seconds that we take for our frontline workers, the people who are guarding all of us, the country, the border, by which we are all happily here with a smile on our face. And ഇന്ന് ഇവരുടെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം ഇത്രയും സ്പെഷ്യൽ ആക്കാൻ നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഇത്രയും മനോഹരമായ ഒരു ചിരി ഉണ്ടെങ്കിൽ അതിന് കാരണം അവരെല്ലാവരുമാണ്. സോ ലെറ്റ്സ് And I know a lot of people are lost. You know that our countries are at war. And we are facing a lot of issues out there in the borders. But what we have done today is we are celebrating just because those people are there to guard our borders. For all those people who didn't understand. And thank you, sirs, for showing admiration and respect to our people as well. Music, please. And then we go to the word where we all say Vande Mataram. It's more like to this moment we are having an invincible salute to all those people on the borders. Thanks a lot. Thank for you, all of us everyone. here. Please be seated. Thank you, everyone. Please be seated. Thank you, all our people from UAE. Thank you for that. Thank you. Mashallah, you did this. Thanks a lot. Thank you. So, എനിക്കറിയാം നിങ്ങൾ അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണെന്ന് പറയും. കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണ്ടേ അല്ലേ? നമ്മുടെ ഇനി വൈകുന്നേരം അങ്ങനെ അങ്ങ് ആഘോഷമായിട്ട് പോകണ്ടേ? ആഘോഷങ്ങളിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇനി ആഘോഷങ്ങൾക്കുള്ള സമയമാണ്. ഇനി ആഘോഷം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ തുടങ്ങി വെച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ആഘോഷം തുടങ്ങാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, ലെറ്റ്സ് ബ്രിങ് ഔട്ട് ദ ഫെസ്റ്റിവിറ്റീസ്. യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സോ ഇന്ന് ഈ കഥയിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ രാജകുമാരി 7 കടലും കടന്ന് ഈ രാജ്യത്തേക്ക് എത്തിയിരിക്കുകയാണ് വിത്ത് എ ഫാമിലി. പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് now they're here to celebrate അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോടൊപ്പം, അവരെ ഏറ്റവും സ്നേഹിക്കുന്നവരോടൊപ്പം, with you people, the most loved ones, the most special ones of their life. Just before we start all the festivities, both of us, we would like to invite you all once again to this grand celebration. Absolutely, yeah. So ladies and gentlemen, here we go, the very first beautiful ceremony, what we call as a unity candle. Years before, it was called as a candle lighting ceremony. But then came this story. It's not a candle lighting ceremony. It's unity candle. Technically, when we have 3 different candles to be lit by the bride's family, the groom's family, and the bride and groom Together. it is a unity. It is all about the unity between these 2 families, between them two, and to become one soul. ഈ വിവാഹം എന്ന് പറയുമ്പോൾ നമുക്കതാണല്ലോ ശരിക്കും 2 പേര് തമ്മിലല്ലല്ലോ, 2 കുടുംബങ്ങളും കൂടി സംഗമിക്കുകയല്ലേ. അപ്പൊ ആ യൂണിറ്റി നമുക്ക് ആ ഒരു ക്യാൻഡിൽ കത്തിച്ച് തുടങ്ങാം. Yes. Please, So the candles, please. candle deck is all set. Entire family, നിങ്ങൾ രണ്ടുപേരും ഒപ്പം entire family would request all of you to move to the candle deck. So, now first, the bride's family. Go on. മീനുവിന്റെ പപ്പയും അമ്മയും ബ്രദറും എല്ലാവരും ഒരുമിച്ച് ഒരു തിരിനാളം തെളിയുന്നത് എന്നും ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. A testament of wisdom, of good luck, of celebration and prosperity. The groom's family.
And now here we go to the second candle on the other end. And it's hiding everywhere. Oh, it's everywhere. But we're falling. രണ്ട് മെഴുകുതിരികളും തെളിഞ്ഞു കഴിഞ്ഞു. And now it is time for both of you officially for the first time. Sachin and Mrs. And Nino, I think we should give a big round of applause, right, ladies and gentlemen? a Come on. start of a lot of light in your life. Congratulations. തീർച്ചയായിട്ടും മിഥുൻ ചേട്ടാ, ആസ് യു ടോൾഡ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഈ ഒരു വെളിച്ചം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ആശംസിക്കുകയാണ്. പക്ഷേ ജീവിതത്തിൽ വെളിച്ചം മാത്രം പോരാ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലൈറ്റ് ഇൻ ലൈഫ്. ലൈറ്റ് ഓൾവേസ് ഷോസ് യു ദ റൈറ്റ് ഡയറക്ഷൻ, ബട്ട് ദെൻ we believe life should be celebrated and it should always be sweet. Absolutely. Are you married, Binoy? No, I'm not. No, അല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും സന്തോഷം. അതുകൊണ്ട് അത്ര സന്തോഷം. ഓക്കെ, ശരി. ഇറ്റ്സ് ഓൾവേസ് സ്വീറ്റ്, ബട്ട് ഈ കേക്ക് പോലെയാണ്. ഇറ്റ്സ് ലെയർഡ് ആസ് വെൽ. ഇറ്റ്സ് ഓൾവേസ് ലെയർഡ് ആൻഡ് ഹൗ യു ഫൈൻഡ് ദ സ്വീറ്റ്നെസ് ഇൻ ദീസ് ലെയേഴ്സ് ഇസ് വാട്ട് ഡിഫൈൻസ് യുവർ മാരേജ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വീറ്റ്നെസ് വെളിയിലൊക്കെ കാണും, പക്ഷെ അതിനകത്ത് നമ്മൾ എല്ലാ ലെയറും കടന്നത് കണ്ടെത്തുമ്പോഴാണ് ജീവിതം ഒതുമിച്ചു പോകുന്നത്. Let's go for the cake. തീർച്ചയായിട്ടും. ആൻഡ് ടു ദാറ്റ്, ആ ലെയറിലേക്ക് അവർ പോകുന്നത് എപ്പോഴും ഒരുമിച്ചാണ്, അല്ലെ? രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു നൈഫ് പിടിച്ചു when they cut through the layers and find that sweetness of their life. So ladies and gentlemen, to this ceremony of the day which we call as the cake cutting ceremony. പക്ഷേ നമ്മൾ എന്നും പറയുന്നത് പോലെ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് മധുരം പങ്കുവെച്ചുകൊണ്ടാണ്. We have a very delectable cake set. രണ്ടുപേരും ഒരുമിച്ച്, and we want family എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കൂ, കാരണം മധുരം നിറഞ്ഞൊരു moment. Let's make it super special. Ladies and gentlemen, with all your presence, can we have a big round of As an applause? applause. Now, this is Sachin. The parent side, feed them. What? If we switch clarity, I'm the star for infinity. Living for the So adversity. all the family members sharing the pinch of sweetness. ആ ഒരു കേക്കിൽ നിന്നുള്ള മധുരം നുകരുന്നു. The first cake cut officially as Mr. and Mrs. എത്രയോ ദിവസം മധുരം കഴിക്കാതെ ഡയറ്റ് ഒക്കെ ചെയ്താണ് അവർ വന്നേക്കുന്നത്. ഇന്നതാണ് ആദ്യമായിട്ട് മധുരം കഴിക്കുന്നത്. ആലോചിച്ച് നോക്കി. എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ വിശ്വസിക്കില്ല. ആൻഡ് മിഥുൻ ചേട്ടാ, വൺ മോർ തിങ്. ഇപ്പോൾ ആ ഒരു മധുരം ഇവരെല്ലാവരും പങ്കുവെച്ചു കഴിഞ്ഞു. ആ ഫാമിലിയിൽ എല്ലാവരിലും ഇനി ഈ മധുരം നിറഞ്ഞു നിൽക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയും. ആൻഡ് വെൻ വി ഹാവ് എ കേക്ക് കട്ടിംഗ് സെറമണി, വി ഓൾവേസ് ടെൽ മധുരം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാനാണ്. ആൻഡ് എല്ലാ സെലിബ്രേഷൻസിലും നമ്മൾ എപ്പോഴും ഒരു കേക്ക് കട്ട് ചെയ്താണ് തുടങ്ങുന്നതെന്നൊക്കെ. പക്ഷേ ഇതിന് മറ്റൊരു മീനിങ് കൂടെ ഉണ്ട്. എന്താണെന്ന് അറിയോ? ഇത് ടെക്നിക്കലി ഒരു വാർണിംഗ് ആണ്. ചെക്കനുള്ളൊരു വാർണിംഗ് ആണ്. അതായത് കത്തിയോടെ ഇരിക്കുന്നുണ്ടോ ആ വാർണിംഗ് അല്ല, ജീവിതത്തിൽ കേക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും മറക്കരുത്, ഒരു ഡേറ്റും മറക്കരുത്. കാരണം ഒരു സയൻസ് വെസാതാണ്, നമുക്കറിയാം. ഞാൻ അതിന് ഏറ്റവും നല്ലൊരു കാര്യം പറയാം. ഒരു തവണ മറന്നാൽ മതി, പിന്നെ മറക്കില്ല. അത് അനുഭവം ഗുരു. അതെ. Forget it once and they'll make sure that you'll never forget it ever again. And it's going to be very expensive if you forget it. So, Sachin, remember. സച്ചിൻ, ഇത് ചിരിച്ചു വന്നിട്ട് കാര്യമില്ല. സച്ചിന് വേണ്ടി മാത്രമുള്ളതാണ് ടിപ്സ്. Yeah? All right. Time for a toast. Let's go on. So, ladies and gentlemen, one big beautiful part of the celebration here. That's where we have the toast. So, and Go on. രണ്ടുപേരും നിങ്ങളോട് കൊടുക്ക് രണ്ടുപേരും. Okay, and wait. നമുക്ക്, I think, don't you think we should make it beautiful? Absolutely. And can you just raise it? One step forward. One step forward. And can you two raise the glass
And നമ്മുടെ എല്ലാവരും ഗ്ലാസ് ഇല്ലാന്ന് എനിക്കറിയാം. But then can we all raise a hand? Thumbs up, everyone, thumbs up. And, we're all going to say cheers for Thumbs them. up this side, thumbs up. Everybody together, let's say cheers for both of them. On 3, 2, 1. Cheers. So that's cheers for both of you. Cheers for an amazing life ahead. You might have a lot of entangled directions in your life from today. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് you're gonna get over all of it, right? And Midun Jada, I think at the right moment when we told festivities and നമ്മുടെ ceremonies എല്ലാം കഴിഞ്ഞു. കാരണം വെളിച്ചമായി മധുരമായി ഒരു കുറച്ച് ലഹരിയുമായി. ലഹരി ഉണ്ടായിരുന്നോ? വൈൻ. നോൺ ആൽക്കോളിക് വൈൻ അല്ലാത്ത ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല, ചുമ്മാ പറയില്ല അങ്ങനെ. ആ ലഹരിയല്ല, ജീവിതം എന്ന ലഹരി. അപ്പോ മൂവിങ് ഫോർവേഡ്, ലെറ്റ് മി ടെൽ യു, നിങ്ങൾ എല്ലാവരും സമയമെടുത്ത് ഇന്ന് വൈകുന്നേരം ഇവിടെ വന്നത്. യു ഹവ് ടേക്കൻ ടൈം ഓഫ് യുവർ ബിസി ലൈഫ്സ് ആൻഡ് ഇഫ് യു കം ഹിയർ ടു ബ്ലെസ് these two people starting their life journey. So now it's over to you guys as well. Yes, and അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇവരെല്ലാവരും ഇവിടെ എത്തിയപ്പോൾ they might be very happy as well, because as we told from the beginning, they're all here in a 7th dimension. ഞങ്ങൾ രണ്ടുപേരും ഇതിനുള്ളിൽ വന്നപ്പോൾ തന്നെ we were stunned by the entire setup, and ഇതിന്റെ പിന്നിലും ഒരുപാട് efforts ഉണ്ട്. So I think we should take a second to give a big round of applause to them, to Meritus Events, for being the best behind us for this. I'm telling you, we have not seen something like this ever before, first thing. And I think that's testament, right? It's like our weddings out there in the UAE. It's bigger than that right now. So, congratulations to Meritus Wedding Events as well. And of course, and that wouldn't happen without your vision. If you have a vision board and you told them to make it possible, your vision is what started it all. So that's where it all started. It started with a dream. ഒരു സ്വപ്നത്തിൽ നിന്ന് തുടങ്ങി ആ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചില്ല ആന എപ്പോഴും ഉണ്ടോ കയ്യിൽ? സത്യം പറ, ആന ഉണ്ടോ എപ്പോഴും കയ്യിൽ? ഇല്ല, കൊടുത്ത് ആവശ്യം കഴിഞ്ഞപ്പോൾ വിറ്റു.
അൺബിലീവബിളി ബ്യൂട്ടിഫുൾ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു നല്ല കൈയടി കൊടുത്താലോ എല്ലാവർക്കും ഒരുമിച്ച്. ഇത്രയും ക്യൂട്ടായിട്ട്, ഇത്രയും സിൻക്രണൈസേഷനോട് കൂടി ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഡാൻസ്, ദാറ്റ്സ് വെരി റെയർ. സോ ഫോർ ജുവൽ കുട്ടി, ജോന കുട്ടി ആൻഡ് ആൻലിയ കുട്ടി, ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നല്ലൊരു കൈയടി കൊടുക്കാം. വിത്ത് ഓൾ ദ ലവ്. താങ്ക്സ് എ ലോട്ട്. കുത്തിരി കത്തിച്ച കൽവിലെ തേനലിക്കണ രാവ്, രാവിന്റെ ചുട്ടില് മുത്തഴകത്തൊരു മാല ചുടണ റോള്, മരുന്ന കൽവിലെ ആനന്ദ മുത്തുന്ന ചെഞ്ചൊരു മുഞ്ചുള്ള നാട്, ഓളുന്ന പത്തക്ക് താമിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ്. രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ ഓരാണേ, ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാതരം, തഞ്ചത്തില് താളത്തില് ഗാനത്തിന് പാടും ഒരു ഓളത്തില് കൂട്ടാകി കാണാനായാളും, ഓളിനോ ഇന്നൊരു വ്യത്യാസമില്ലെന്നോ ഇനിയുള്ളൊരു കാലത്ത് കാണാനോ ബാക്കിയുള്ളത്. என் பக்கம் போனவன தேடவில்ல, மூச்சு தள்ளும் என் தலைக்கும் ஏறவில்லை, வேற கேட்க தோணவில்லை, மனமே போட்ட திட்டமா பாதம் தாழும் போல என் நீ பேச லைட்டா ஆசை கூட வாசம் வீசும் காத்த தேட ஆழம் கூடிட மேகம் தூவிட, நீ பேச லைட்டா ஆசை கூட வாசம் வீசும் தேட ஓரம் சாஞ்சிட மேகம் சேரிட. Make some noise everybody. ചെല്ല് രൂപ കൊടുപ്പ തന്നെ കിട്ടും. എടാ എല്ലാരും നിന്നെ നീനു പോലെയാണോ? നീനോ അത് നീ തെളിയല്ല, ഒരുപാട് തെളിയല്ലേ, അതൊക്കെ നമ്മളറിയാം. കൊമേഴ്സിലെ പിള്ളേര് പറയാറുണ്ട് നിന്റെ അവിടുത്തെ ചുറ്റിക്കളി. അത് ഞാൻ ബുക്ക് അടിക്കാൻ പോയതാണ്. സയൻസ് പഠിക്കുന്ന നിനക്ക് എന്തിനാണ് കൊമേഴ്സിലെ ബുക്ക്? മലയാളം ബുക്ക് അടിക്കാൻ പോയതാണ്. അതിനിപ്പോ എന്താണ്, നമ്മുടെ കൊമേഴ്സിലെ ഏറ്റവും അടിപൊളി അവളല്ലേ? നീ നോക്കാറില്ലേ? അവന് നോക്കാറുണ്ട്. പിന്നെന്താണ്? ശരിയാണ്, നീ അടിപൊളിയാ. കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുക് താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺമഴക്കടിച്ചാലതും താളം, പെൺമോടിൽ മനസ്സും മറക്കും താളം, പെണ്ണോടിടയും മുളകപ താളം. എന്തായാലും ഞായറാഴ്ച ട്രിപ്പ് പോവല്ലേ? നിങ്ങൾ കൊണ്ട് 8ാം ക്ലാസ്സിലെ ആനുവൽ ഡേ കളിച്ച ഡാൻസിന്റെ സ്റ്റെപ്പ് എനിക്കൊന്ന് ഓടിപ്പിച്ച. എന്തിന്? ഇനി നടക്കപ്പോറത് യുദ്ധം. முடிய கலச்சு முட்டு நீ நடந்து போன, நரம்பு பறிச்சுக்குதே
രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി കുടിപാറും കപ്പലിലേറി പരവായ സായിപ്പ് ഇവളെ കണ്ടിട്ടം തോന്നി പണിയിച്ചേ ബംഗ്ലാവ് പെണ്ണാണെൻ മാനം കാക്കാൻ പോരാടി രാജാവ് പല കാലം പോരാടിയിട്ടും അടിയാളെ പെണ്ണാണ് പഴയോര കാലം പോയേ അവളേറെ സന്തോഷേ നമ്മടെ ഇവനും മഴമുത്താളേ പറയാനുണ്ടേ നമ്മടെ കഥ ചൊല്ലാൻ പലതാളേ இப்போ என்ட்ரி, அதாவது ஹீரோயின். ഭൂതകാലം ഇന്നിവന്റെ ഊഴം കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോനെ ചാട പച്ചയാ ചാട പുച്ഛമാണ് പോള ഒന്നിടഞ്ഞു നോക്കണ ചാട ചുറ്റുമെന്ന് സൂയ വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാ ചാട നടപ്പ് ചാട ചിരിപ്പ് ചാട വരവരാജകീയമാ ചാട നല്ലവന്റെ ചാട നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക. ഞാൻ പോകുന്നു. ബൈ ബൈ. നല്ല കൈ കൊടുത്ത എല്ലാവരും അത് അവര് കൊടുത്തേ പറ്റുള്ളൂ. Very well choreographed, very well executed. അല്ല wait, don't you think you have to click one picture? ഒരു പിക്ചർ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. പക്ഷെ അതിനകത്ത് ഗസ്റ്റ് ആയിട്ട് നീനുനെ കൂടി വിളിക്കണം. നീനു അല്ല അങ്ങനെ വിളിച്ചാ പോരാ, പോയി കൂട്ടിക്കൊണ്ടുവരണം. ഇനി അങ്ങനെയൊക്കെയാ, ഇനി അങ്ങനെ ഉള്ളൂ. പക്ഷേ കൊറിയോഗ്രാഫർ നമ്മുടെ ടിബിൻ ഇത് ഫുള്ള് കോറിയോഗ്രാഫി ചെയ്തത് ടിബിനാണ്. ടിബിൻ ഒരു ഉക്രാക്കായി. കമോൺ. പക്ഷേ ഒരു വലിയ ഡൗട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇടയ്ക്ക് ഒരു കിടിലൻ എൻട്രി നമ്മൾ അവിടെ അതെവിടെ എവിടെ പപ്പ ഭരണം വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. മറ്റേ പേടിച്ചിട്ട് അല്ല, പക്ഷെ അതിലൊരു സംഭവം കേട്ടായിരുന്നു. പപ്പയുടെ എൻട്രി ഉണ്ടായിരുന്നു, 2 സ്റ്റെപ്പ് വന്നപ്പോ മോനെ ജാടാ, അത് നിങ്ങൾ മനഃപൂർവ്വം കൊടുത്തതാണ്. പക്ഷെ ആ ഒരു എൻട്രി കഴിഞ്ഞപ്പോ ഇവിടുന്ന് അടുത്ത എൻട്രി ഭരണം വേണ്ട. പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ലേ ടിബിൻ? അതിന്റെ പ്രശ്നം ഇനി വേറുണ്ട്. ടിബിനെ കിട്ടിക്കോളൂ കേട്ടോ. Okay, first of all, everyone together, a picture. We go. ആദ്യമായി നമുക്കൊരു നല്ല ഫോട്ടോ എടുക്കാം. എല്ലാവരും eyes into the camera, eyes into the lens. ചിരി വേണ്ട. സച്ചിൻ ഇപ്പോഴേ മാപ്പ് പറഞ്ഞു തുടങ്ങി. മാപ്പ് ഇനി പിന്നെയാണ് പറയേണ്ടി വരിക. So guys, I think let's have some energy, അല്ലേ? എല്ലാവരും ഒരുമിച്ച് show some energy on 3, 2, 1, make some noise. Okay. Can we have all the cousins, all the friends to come and join us? Come on.
Johnny, money, Johnny. You are my gunman, money. It's New York life and we are New York boys, Papa. Sorry, Papa. Papa, Panaram and it's New York life and we are New York boys, Papa. Sorry, Papa. Johnny, money, Johnny. So why you won't pledge some money? Yes, thanks a lot to DJ Ricky Brown. Ladies and gentlemen, can we all make some noise for DJ Ricky Brown in the house?
റെഡി ഗോ. ഒരു പ്ലേ ചെയ്തേ. You turn back time. It's your calling out. Now we are forever about